ഗൂഗിൾ പേ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ ബട്ടൺ നെക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ 10,001 രൂപ പോയി. ഇപ്പോൾ വാട്സപ്പിലൂടെ കറങ്ങി നടക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ആണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ. വ്യത്യാസം എന്ന് ഇതൊന്നുമല്ല, ഗൂഗിൾ പുതിയതായിട്ട് ഇറക്കിയ ഒരു ഫീച്ചറാണ് ഈ പോക്കറ്റ് മണി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ പോക്കറ്റ് മണി കൊടുക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഡിജിറ്റലൈസ് വേർഷനാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ. ഈ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് രണ്ട് തരത്തിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേയ്മെന്റിന് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിച്ച് അവർ എപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ നോക്കുന്നോ അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് വരുന്നതായിരിക്കും. ആ റിക്വസ്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തുള്ളൂ. രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000, 2000 മുതൽ 15,000 രൂപ വരെ നമുക്കൊരു മന്ത്ലി ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ പൈസ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പൈസ എപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ മന്ത്ലി ലിമിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അല്ലാതെ ആ വോയിസ് മെസ്സേജിൽ പറയുന്ന പോലെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ ബട്ടൺ നെക്കിയിട്ട് നിങ്ങൾ 10,000 രൂപയൊന്നും പോകുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞൊരു ഗൂഗിൾ എക്സ്ക്ലൂസീവ് ഫീച്ചർ ഒന്നുമല്ല, എല്ലാ UPI ആപ്ലിക്കേഷനിലും ഉണ്ട്. അവിടെയൊക്കെ ഇത് അറിയപ്പെടുന്ന UPI സർക്കിൾ എന്ന പേരിലാണ്. ഗൂഗിൾ ഇത് യൂസേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോക്കറ്റ് മണി എന്നൊരു ബട്ടൺ ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. ആ ബട്ടൺ നെക്കിയാൽ നിങ്ങൾ UPI സർക്കിളിലേക്ക് തന്നെയാണ് പോകുന്നത്.